അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? അപ്പൊ നോക്കൂ, എത്ര ബോട്ടുകളാണല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പക്ഷേ നമ്മളുടെ ഈ യാത്രാവേളയിൽ കാണാൻ പറ്റുന്നത്. കൊട്ടാരങ്ങൾ ഇങ്ങനെ ജലപ്പരപ്പിലൂടെ ഹൗസ് ബോട്ടുകളെല്ലാം ഫുൾ ആവുന്ന ഒരു ബോട്ടിനും പൊന്നുമലയാ. ഒരു ബോട്ടിന് ഏകദേശം എത്ര രൂപ കൊടുക്കേണ്ടി വരും? 50 മേലെ കൊടുക്കേണ്ടി വരും. 50 2,00,000 ഒരു ബോട്ടിന് ഇന്നത്തെ ഹൗസിലുണ്ട്. 1500 ബോട്ടുകളുണ്ട്. അതിനകത്ത് 800 ബോട്ടുകളേ ഉള്ളൂ ലൈസൻസ് ഒക്കെ ഉള്ളത്. ബാക്കിയൊന്നും ലൈസൻസും ഇന്ന് പക്ഷേ അറിയത്തില്ല, ലൈസൻസ് എവിടെ വെച്ചേക്കെന്ന് അറിയത്തില്ല. ഏകദേശം പാതിയോളം ഹൗസിംഗ് ബോട്ടുകൾക്ക് ലൈസൻസ് ഇല്ല. ദിവസം മുമ്പേ ഹൗസ് ബോട്ട് ഫില്ലായി. അപ്പം ഒരു 1,00,000 മുകളിലോട്ട് നോക്കിയാൽ മതി. അപ്പം അതിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. രാവിലെ ബോട്ടിൽ കയറിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച്, അതിനുശേഷം വള്ളംകളി. വള്ളംകളി കഴിഞ്ഞ് വൈകുന്നേരം ഇറക്കി വിടും. ടൂർ പാക്കേജ്. ബോട്ട് ഒന്നും കിട്ടാനില്ല. ബോട്ടുകളൊന്നും പേര് വിളിച്ചു വെച്ചിട്ട് ഒരു ബോട്ടുകളും കിട്ടാൻ. ഒരു ബോട്ടും. അപ്പൊ അത്ര തിരക്കാണ്. അപ്പൊ നെഹ്റു ബോട്ട് റേസ് ഇതിനെ ഉപജീവിച്ച് കഴിയുന്ന നിരവധി മനുഷ്യരുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ പള്ളാത്തുരുത്തി നീറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്. BBC കൈനകരി അല്പസമയത്തിനുള്ളിൽ അവിടെ നമ്മുടെ തലവടി ചുണ്ടൻ അല്ലേ? തലവടി ചുണ്ടൻ, BBC തുഴയുന്ന തലവടി ചുണ്ടൻ അല്പസമയത്തിനുള്ളിൽ നീറ്റിനെയും. ഓരോ കരയുടെയും ആത്മാഭിമാനമാണ് അവരുടെ ചുണ്ടൻ വള്ളങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടെ ആയാലോ? അപ്പൊ നമ്മൾ ആനകളി കണ്ട് ആനകളി കണ്ട് നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത്, ആനയെ വന്നങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത്, പരുന്ത് ആടിവാ ചെമ്പരുന്ത്. തെയ്യോ തകതാരോം തിത്തും തകതൈ തകതൈ തകതാരോ, തെയ്യോ തകതാരോം തിത്തും തകതൈ തകതൈ തകതാരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ. മയിലാട്ടം കണ്ട് മയിലാട്ടം കണ്ട് നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത്, മയിലിനെ വന്നങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത്, പരുന്ത് ആടിവാ ചെമ്പരുന്ത്. തെയ്യോ തകതാരോം തിത്തും തകതൈ തകതൈ തകതാരോ, തെയ്യോ തകതാരോം തിത്തും തകതൈ തകതൈ തകതാരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ. സൂപ്പർ, എക്സലന്റ്. നമ്മളവിടെ ഒരു ചേട്ടനെ ഇങ്ങനെ കൈ കൊടുത്തില്ലേ? ആ ചേട്ടനെ ഇന്നും തുഴയാൻ പോകുന്നുണ്ട്, ഇന്നും മീൻ പിടിക്കാൻ പോകും അല്ലേ? പ്രത്യേകത അല്ലേ സാറേ? ഇപ്പൊ നമ്മളെ ഇന്നിപ്പോ വള്ളങ്ങളുടെ വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത് പ്രൊഫഷണൽസിനെ കൊണ്ടുവരുന്ന വെളിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു. 25% ഒരു വള്ളത്തിലാകാം എന്നൊക്കെ. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് കുമരകം പോലെ അല്ലെ കൈനകരി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും രാവിലെയും പോയിട്ടും വള്ളത്തിൽ മാത്രം ജോലി ചെയ്ത് ജീവിച്ചവരാ തുഴഞ്ഞിരുന്നത്. അത് എണ്ണപ്പെരുക്കുമായിരുന്നു. ഇതിനെക്കാട്ടിൽ ഇപ്പൊ തുഴയുന്ന ഇവരിപ്പോ ജയ് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ വേറെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്, പല പല പരിപാടികളാണ്. പ്രൊഫഷണൽസ് വന്നപ്പോഴാണ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം 3 മണിക്ക് 4 മണിക്ക് വള്ളത്തിൽ ഇറങ്ങി. അതായത് വേമ്പനാട്ട് കായലിൽ നിന്ന് കാറ്റും മഴയും ആകാശത്ത് കാണുമ്പോൾ പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി ആഞ്ഞു തുടങ്ങി ശീലിച്ചവരാണ്. അവർക്കൊന്നും ട്രയലിന്റെ ആവശ്യമില്ല. അവർക്ക് ഒറ്റ ട്രയലാ, വൈകുന്നേരത്തെ ഒറ്റ ട്രയലേ ഉള്ളൂ. ഇപ്പം രാവിലെ ട്രയൽ, ഉച്ചയ്ക്ക് ട്രയൽ, 4 മണിക്ക് ട്രയൽ, 9 പരിപ്പ്, ബദാം, ഹോർലിക്സ്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താ? ഈ 40 ദിവസം ഈ പാവപ്പെട്ട പിള്ളേരെ കൊണ്ടുവന്നത് കർത്തവരായ പിള്ളേർ അവരെ കൊണ്ടുവന്ന് അമൂൽ ബേബികളെ പോലെ ഈ ഇതെല്ലാം കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ 40 വള്ളങ്ങൾ കഴിഞ്ഞാൽ നാളെ എന്നെ അടുത്ത് വരും. ഈ 41 ദിവസത്തേക്കുള്ള മാത്രമേ. സൂപ്പറാ. 41 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകാം.